ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങുന്നു സർക്കാർ. കൊച്ചിയാകും സംഗമ വേദിയാവുക. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 1500 പേരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. ഒക്ടോബർ മാസത്തിൽ സംഗമം സംഘടിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ആഗോള അയ്യപ്പ സംഗമം അത് ചെറിയ സമയം കൊണ്ട് വലിയ വിവാദമുണ്ടാക്കിയ വിഷയമായിരുന്നു. അത് പിന്നീട് കോടതി കയറുന്നത് കണ്ടു. കോടതി അനുവാദം കിട്ടിയെങ്കിലും ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം എന്ന ആശയവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? എന്തിനാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ? സംസ്ഥാനത്ത് നിലവിൽ നിന്നു പോകുന്ന ഹാർമണി അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇത്തരം സംഗമങ്ങൾ നടത്തുക, സർക്കാരിന്റെ ഈ പറയുന്ന അത്തരം സംഗമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യമെന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കൊച്ചി സംഗമവേദിയായി പരിഗണിക്കുന്നുണ്ട്. അവിടെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം കോഴിക്കോട് എന്നുള്ള കാര്യം പറയുന്നു. പ്രധാന ലക്ഷ്യം അത് ഈ ക്രിസ്ത്യൻ സംഘടനകളെ അടക്കം ലക്ഷ്യം വെച്ചെന്നുള്ളതാണ് സൂചന. ഈ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 1500 പേരെ പങ്കെടുപ്പിക്കും. സാമുദായിക സംഘടനാ നേതാക്കളും അതേപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആത്മീയ മതമേലധ്യക്ഷന്മാരുമായിരിക്കും ഇതിൽ പങ്കെടുക്കുക. ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായ ചില പ്രത്യേകതകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് സർക്കാരിനോട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ പൊടുന്നനെ അയ്യപ്പം സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയ പശ്ചാത്തലത്തിൽ ആ ന്യൂനപക്ഷ സംഗമത്തിന് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണോ എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരമായിട്ടാണ് ഈ നീക്കം. ന്യൂനപക്ഷ ക്ഷേമം, ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും സംഗമത്തിൽ ഉയർന്നു വരും. ചർച്ചാ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്നും നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വനിതാ മതിലിന്റെ ആശയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോവുകയാണെന്ന വിമർശനം വ്യാപകമാണ്. ഇതിനിടയിലാണ് ന്യൂനപക്ഷ സംഗമവും വരുന്നത്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നുവെന്നും പുരോഗമന ആശയങ്ങൾ കൈവിടുന്നില്ലെന്നും പറയുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് വർഷത്തിലെ സർക്കാരിന്റെ പ്രധാന ചുവടുവെപ്പായി മാറുകയാണ് ഈ അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഘവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലോ കോഴിക്കോടോ വെച്ച ന്യൂനപക്ഷ ക്ഷേമം ഫോക്കസ് ചെയ്ത് ചർച്ചകൾക്ക് വേദിയൊരുക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഷഫീദ്, നമ്മൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നതിന് പിന്നാലെ വന്ന ഒരുപാട് ചർച്ചകൾ, പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്ന പ്രതികരണങ്ങൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഇതാ ഇന്നും ഉണ്ടായി പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. കോടതിയിൽ പോലും ചോദിച്ചു എന്തിനാണ് സർക്കാർ ഈ പരിപാടി നടത്തുന്നത് എന്ന് കോടതിക്ക് സംശയം ഉണ്ടാകുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിൽ ദേവസ്വം ബോർഡിനൊപ്പം സർക്കാർ നിൽക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. ഇതിപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ ഈ ന്യൂനപക്ഷ സംഘം നടത്തുന്നു എന്ന് വിലയിരുത്തേണ്ടി വരുമോ? കാരണം പൊടുന്നനെ അത്തരത്തിലൊരു ന്യൂനപക്ഷ സംഘം സംഘടിപ്പിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നു. അത് ഒരു മാസം കൊണ്ട് തന്നെ, അടുത്ത മാസം നടക്കുന്ന പറയുമ്പോൾ ഒക്ടോബർ മാസത്തിലാണ് ഈ സംഗമം കൊച്ചി നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു ചട്ടക്കൂട് വേണമല്ലോ. എന്താണ്, ഏത് രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, എന്താണ് ആ സംഗമത്തിൽ അജണ്ടയാ ഉണ്ടാവുക, ഒപ്പം തന്നെ ഈ 1500 പേർ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്, അവരാരൊക്കെ, ഏതൊക്കെ വിഭാഗങ്ങൾ, ഇതൊക്കെ നിശ്ചയിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ ഷഫീദ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉള്ള സർക്കാരിന്റെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നീക്കം എന്ന രീതിയിൽ കാണാൻ കഴിയുമോ? പ്രതിനൊരു മുഖം രക്ഷിക്കൽ നടപടി എന്നതിനപ്പുറത്തേക്ക് പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ എല്ലാ വിഭാഗത്തെയും തങ്ങൾ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി, അത് കൃത്യമായി തന്നെ അവരെ അഡ്രസ് ചെയ്യുന്നു എന്ന് ധരിപ്പിക്കണം. സ്വാഭാവികമായും അതിനുള്ള സർക്കാരിന്റെ നീക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അജണ്ടയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഈ സംസ്ഥാനത്തിന്റെ ഹാർമണി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സംഗമങ്ങൾ നടത്തണമെന്ന് നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ ധാരണയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം, അതിൽ ഏറ്റവും പ്രധാനം ന്യൂനപക്ഷ ക്ഷേമം ഫോക്കസ് ചെയ്യുകയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ചോദിച്ച ഫ്രെയിം അതാണ്. ന്യൂനപക്ഷ ക്ഷേമമായിരിക്കും പ്രധാനമായും ചർച്ചയാവുക. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ചർച്ചകൾ അതൊരുക്കും. അതിന് വിവിധ മതമേലധ്യക്ഷന്മാരുമായിട്ടടക്കം കൂടിയാലോചനകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മാത്രവുമല്ല, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകണമെന്നുള്ള കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു ധാരണയുണ്ടാക്കും. ന്യൂനപക്ഷ ക്ഷേമം, ന്യൂനപക്ഷ